إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. സ്നേഹാദരണീയരായ വിശ്വാസിനികൾ, പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും വിരോധനങ്ങളും വ്യക്തിജീവിതത്തിലും കുടുംബ ജീവിതത്തിലും രഹസ്യ പരസ്യ ജീവിതത്തിലുമെല്ലാം പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളോട് ഓരോരുത്തരോടും വളരെ ഗൗരവത്തോടുകൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാണ്. പ്രപഞ്ചത്തിന്റെ നാഥനായ പരമകാരുണികനായ അള്ളാഹുവിങ്കിൽ നിന്ന് അവതീർണമായ ഏക മതം അത് ഇസ്ലാമാണ്. ഇസ്ലാം അത് സമ്പൂർണമായ സമർപ്പണമാണ്. വ്യക്തി താല്പര്യങ്ങൾ, കുടുംബ താല്പര്യങ്ങൾ, താൻ ജീവിക്കുന്ന നാടിൻ്റെ താല്പര്യങ്ങൾ, താൻ നിലകൊള്ളുന്ന സംഘടനാ താല്പര്യങ്ങൾ, എല്ലാറ്റിനും അപ്പുറത്തേക്ക് അള്ളാഹുവിലേക്കുള്ള പൂർണ്ണമായ കീഴൊതുക്കമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. എങ്ങനെ കീഴൊതുങ്ങണം എന്നതിനെ സംബന്ധിച്ച് പ്രവാചകന്മാരിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാലാകാലങ്ങളിൽ സന്ദർഭോചിതമായി ഓരോ പ്രദേശത്തിന്റെയും വ്യക്തികളുടെ സമൂഹത്തിന്റെ സ്വഭാവ സംസ്കാരങ്ങൾക്കനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രമാണം വേദഗ്രന്ഥമൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അവതരിപ്പിക്കാത്ത, പഠിപ്പിക്കാത്ത ഒരു സമൂഹവും ഒരു ജനസന്തതിയും കഴിഞ്ഞു പോയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹദീദിലൂടെ പറയുന്നു, ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത് വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ. നമ്മുടെ റസൂലുമാരെ ബയ്യിനാത്തുകളുമായി, വ്യക്തമായ വിശദീകരണങ്ങളും തെളിവുകളുമായി കൊണ്ട് നാം അയച്ചിട്ടുണ്ട്. അവരുടെ കൂടെ കിതാബും മീസാനും നാം അയച്ചിട്ടുണ്ട്. കിതാബ് കടന്നു വരാത്ത, പ്രവാചകന്മാർ കടന്നു വരാത്ത, അധ്യാപനങ്ങളില്ലാത്ത,
എന്താണ് ദീനിന്റെ നിയമങ്ങൾ എന്ന് പഠിപ്പിക്കപ്പെടാത്ത ഒരു സമൂഹവുമില്ല. അല്ലാഹു ഖുർആനിലൂടെ പറയുന്നു, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ്, പ്രവാചകരെ താങ്കളെ നാം അയച്ചത് അത് മുഴുമനുഷ്യരിലേക്കുമായി കൊണ്ടാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ നീണ്ടു നിൽക്കുന്ന പ്രവാചക പരമ്പര, അവസാനത്തെ അന്തിമ പ്രവാചകനായ നുബുവത്തിന് ഖത്മ് സംഭവിച്ചു, അതിന് ക്ലോസ് ചെയ്യപ്പെട്ട്, അതിന് മുദ്ര വെക്കപ്പെട്ട് ഖാതമുൻ നബിയീൻ അന്തിമ പ്രവാചകനായി കടന്നു വന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ജന സഞ്ചയങ്ങൾക്കും മാർഗദർശിയാണ്. അയച്ചതിന്റെ ലക്ഷ്യം ബഷീറൻ വ നദീറ, ഒന്ന് ബഷീറായിക്കൊണ്ടാണ് പ്രവാചകന്റെ നിയോഗം, സന്തോഷ വാർത്ത അറിയിക്കുന്നവന്. പഠിപ്പിക്കപ്പെട്ട പ്രമാണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് വരാനിരിക്കുന്ന വിജയത്തിന്റെ ലോകത്തെക്കുറിച്ചുള്ള സന്തോഷത്തിന്റെ വർത്തമാനം. രണ്ടാമത്തേത് ഇൻദാർ, മുന്നറിയിപ്പാണ്. നദീറാണ് പ്രവാചകൻ. പഠിപ്പിക്കപ്പെട്ട വിശ്വാസങ്ങളിൽ നിന്ന് വ്യതിചലിച്ച്, പ്രമാണങ്ങൾ പഠിപ്പിച്ച കർമ്മങ്ങളിൽ നിന്ന് വ്യതിചലിച്ച്, സാമൂഹികമായ അന്തരീക്ഷങ്ങൾ രൂപപ്പെടുത്തുന്ന പുതിയ പുതിയ ആചാരങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും ബിദ്അത്തുകളിലേക്കും ഹറാമുകളിലേക്കും വഴിപിഴച്ചു പോകുന്ന ആളുകൾക്ക് വരാനിരിക്കുന്ന നരകത്തെ സംബന്ധിച്ചുള്ള താക്കീത്, ആ താക്കീത് നൽകുന്ന മുന്നറിയിപ്പുകാരൻ. വലകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ മഹാഭൂരിപക്ഷം ആളുകളും വിഷയത്തിന്റെ മർമ്മം അറിയുന്നില്ല. എന്തിനാണ് ഭൂമിയിലേക്ക് വന്നതെന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല. ഭൂമിയില് കച്ചവടമൊക്കെ ചെയ്ത് വലിയൊരു വീടൊക്കെ വെച്ച് കുറച്ചു കാലം കുടുംബമൊക്കെ ആയിട്ട് ഇങ്ങനെ സന്തോഷിച്ച് കഴിഞ്ഞുകൂടണം എന്നാണ് അവന്റെ ആഗ്രഹം. അത് യഥാർത്ഥ ജീവിത ലക്ഷ്യത്തിന് വിരുദ്ധമായ ചിന്തയാണ്. അത് വല്ലാതെ ഒന്നും മുന്നോട്ട് പോവില്ല. ഒറ്റ ആഴ്ച, കഴിഞ്ഞ വെള്ളി മുതൽ ഈ വെള്ളി വരെ പരിസരത്ത് നടന്ന 28 വയസ്സ് മുതൽ 50 വയസ്സിന്റെ ഇടയിൽ നടന്ന മരണങ്ങൾ ഓരോന്നോരോന്നും പ്രത്യേകമായി ഞാൻ എടുത്തു പറയേണ്ടത്. ബോധം ഉണ്ടാവണം, ചിന്തയുണ്ടാവണം. ഞാനും ഒരു വേള നാളെയെ പൂർത്തീകരിക്കാതെ, മറ്റന്നാളിനെ പൂർത്തീകരിക്കാതെ, വരാനിരിക്കുന്ന റമദാനിനെ പോലും ഒരു പക്ഷേ അഭിമുഖീകരിക്കുവാനുള്ള അവസരമില്ലാതെ വിടവാങ്ങേണ്ടി വരുമോ എന്ന ഒരു ചിന്തയായിരിക്കണം ഇസ്ലാമിന്റെ പ്രമാണങ്ങളോടും ഇസ്ലാമിനോടും സമീപിക്കുമ്പോൾ നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന്, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ അല്ലാഹു തിരിച്ചു വിളിച്ച ആളുകൾക്ക് എല്ലാവർക്കും മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ശഅബാൻ, അതിന്റെ പവിത്രതയെക്കുറിച്ച്, അതിനെ ആദരിക്കേണ്ടതിനെ കുറിച്ചും പരിഗണിക്കേണ്ടതിനെ കുറിച്ചും കഴിഞ്ഞ ഖുതുബയിൽ മനസ്സിലാക്കുകയുണ്ട്. ഈ ഒരു ശഅബാനിനെ എങ്ങനെയാണോ വീക്ഷിക്കേണ്ടത്, എങ്ങനെയാണോ വായിക്കേണ്ടത്, എങ്ങനെയാണോ ഉൾക്കൊള്ളേണ്ടത്, അതിന് വിരുദ്ധമായ ദിശയിലൂടെ ആ ഒരു ശഅബാനിനെ നോക്കിക്കാണുന്ന ആളുകൾ ധാരാളമുണ്ട് സമൂഹത്തിൽ. ഇസ്ലാമിന്റെ പ്രമാണം പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിനെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ വിശുദ്ധ ഖുർആന്റെ അവതരണത്തിന്റെ 1-ാം തീയതി മുതൽ ആ വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്ത സന്ദർഭം, ആ ഓരോ സന്ദർഭങ്ങളെയും സമൂഹത്തെ എങ്ങനെയായിരുന്നുവോ ഖുർആനിക വചനങ്ങൾ കൊണ്ട് അല്ലാഹു പരിഷ്കരിച്ചത്, എങ്ങനെയായിരുന്നു ശുദ്ധീകരിച്ചത്, അങ്ങനെയുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയക്ക് വിധേയരാകേണ്ട സമൂഹമാണ് നമ്മൾ. പക്ഷേ ആ ഖുർആനിൽ നിന്ന് നസ്വായി അഥവാ ഖണ്ഡിതമായി ആയത്തുകളിൽ നിന്ന് നേർക്ക് നേരെ മനസ്സിലാകുന്ന ആശയങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ധാരാളം ആളുകളെ, പിഴച്ചുപോയ കക്ഷികളെയും സംഘങ്ങളെയും നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും. ഒരു ഉദാഹരണം, വിശുദ്ധ ഖുർആൻ ഇറങ്ങി എന്നാണ് ഇറങ്ങിയത്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് എന്നാ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. 3 ഇടങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന്, ഖുതുബയുടെ പ്രാരംഭ ഭാഗത്ത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖദറിന്റെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൽ അതിനെ നാം ഇറക്കിയിരിക്കുന്നുവെന്ന്.
അവതരിച്ചു എന്ന് പോലും പറയാൻ പാടില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഇറക്കമാണ്, മുകളിൽ നിന്ന് താഴേക്കുള്ള ഇറക്കമാണ്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക് ഒന്നാം ആകാശത്തേക്കുള്ള ഇറക്കമാണ്. ബൈത്തുൽ ഇസ്സയിൽ നിന്ന് അതിന്റെ ആദ്യ പാർട്ട്, ഒന്നാമത്തെ ഗഡു, 96-ാം അധ്യായം സൂറത്ത് അലക്കിന്റെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ ഭൂമിയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ജബലുൻ നൂറിന്റെ മുകളിലേക്ക് ഹിറയിലേക്ക് റസൂലുള്ളാഹി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എത്തിച്ചു കൊടുത്തു. അത് ലൈലത്തുൽ ഖദറിലായിരുന്നു. അമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിനക്ക് അറിയുമോ? നിനക്ക് എന്തറിയാം? ലൈലത്തുൽ ഖദർ എന്താണ് എന്ന് നിനക്ക് എന്തറിയാം എന്ന ഖുർആനിന്റെ ചോദ്യം. അല്ലാഹു തന്നെ വിശദീകരിക്കുന്നു, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. അത് ആ രാത്രിയുടെ പ്രത്യേകത, ഖദറിന്റെ വിധി നിർണയത്തിന്റെ രാത്രി 1000 രാത്രികളെക്കാൾ ശ്രേഷ്ഠമാണ്. ഒരാൾ 1000 രാത്രി തുടർച്ചയായി ഒരു കർമ്മം ചെയ്താൽ ലഭിക്കാവുന്ന പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം ലഭിക്കുന്ന രാവാണ് ലൈലത്തുൽ ഖദറിന്റെ രാവ് എന്ന് പറയുന്നത്. തനസ്സലുൽ മലായിക, ആ രാത്രിയിൽ മലക്കുകൾ ഇറങ്ങുന്നു. വറൂഹു ഫീഹാ, റൂഹും അതിൽ ഇറങ്ങുന്നുണ്ട്. ആരാ റൂഹ്? റൂഹുൽ ഖുദൂസ്, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. മറ്റു മലക്കുകളിൽ നിന്ന് അദ്ദേഹത്തിനുള്ള ഫളലിനെ അല്ലാഹു വേർപെടുത്തിക്കൊണ്ട് പരിചയപ്പെടുത്തുന്നു. ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, നിന്റെ റബ്ബിന്റെ പക്കൽ നിന്നുള്ള മുഴുകൽപ്പനകളുമായി കൊണ്ട് 1 വർഷത്തേക്ക് ഭൂമിയിൽ നടപ്പിലാക്കേണ്ട ഖദർ, വിധി നിർണയം. ആരൊക്കെ മരിക്കണം, ആരൊക്കെ ജനിക്കണം, എവിടെയൊക്കെ മഴ പെയ്യണം, എവിടെയൊക്കെ മഴ വർദ്ധിക്കണം, എവിടെയൊക്കെ തീപിടുത്തുണ്ടാവണം, തീപിടുത്തത്തിൽ ആരൊക്കെ മരിക്കണം, എവിടെയൊക്കെ എത്രയൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ പൂർണ്ണമായ വിധി നിർണയം വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ആ രാവാണ് ലൈലത്തുൽ ഖദർ. സലാം ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ, പ്രഭാതോദയം വരെ ആ രാവ് സമാധാനത്തിൻ്റെതാണ്. ആ രാത്രിയിൽ, സമാധാനത്തിന്റെ രാത്രിയിൽ, മലക്കുകൾ ഇറങ്ങുന്ന രാത്രിയിൽ, അള്ളാഹുവിന്റെ ഖദർ ഇറങ്ങുന്ന രാത്രിയിൽ, ആ രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞത്. ആ രാത്രിയിലാണ് പരിശുദ്ധ ഖുർആനിനെ നാം ഇറക്കിയത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖദറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ വീണ്ടും വിശദീകരിക്കുന്നു. 44-ാം അധ്യായം സൂറത്തുൽ ദുഖാൻ 1 മുതൽ 4 വരെയുള്ള ആയത്തുകൾ. ഹമീം വൽ കിതാബിൽ മുബീൻ, വ്യക്തമായ ഈ ഗ്രന്ഥം അത് തന്നെയാണ് സത്യം. ഇന്നാ അൻസൽനാഹു, ഇന്നാ അൻസൽനാ, ആ ഖുർആനിനെ അതിനെ നാം ഇറക്കിയിരിക്കുന്നു. ഫീ ലൈലത്തിൻ മുബാറക, മുബാറകത്തായിട്ടുള്ള രാത്രിയിൽ, സമാധാനത്തിന്റെ രാവെന്ന് സൂറത്തുൽ ഖദറിൽ പറഞ്ഞ, വിധി നിർണയത്തിന്റെ രാവെന്ന് സൂറത്തുൽ ഖദറിൽ പറഞ്ഞ അതേ രാവിനെ കുറിച്ചാണ് സൂറത്തുൽ ദുഹാനിന്റെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു ലൈലത്തുൻ മുബാറകത്തുൻ, അത് അനുഗ്രഹപൂർണമായ രാവാണ് എന്ന് പറഞ്ഞത്. ആ രാവ് അവിടെ ഫീഹാ യുഫറഖു കുല്ലു അംരിൻ ഹകീം, യുക്തിപൂർണമായ അവസ്ഥയിൽ എല്ലാ കാര്യങ്ങൾക്കും വേർതിരിവുണ്ടാക്കുന്ന, വിധി നിർണയിക്കുന്ന, അള്ളാഹു തീരുമാനങ്ങൾ എടുക്കുന്ന രാവ്. എന്താണിത്? ഈ ദിവസം എന്നാണ്? ആ ദിവസത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 185-ാമത്തെ ആയത്തിൽ പരിചയപ്പെടുത്തിയത്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ശഹ്റു റമദാൻ, റമദാൻ മാസം എന്ന് പറയുന്നത് ഉൻസില ഫീഹിൽ ഖുർആൻ, അത് ഖുർആൻ അവതരിച്ച മാസമാണ്. അപ്പൊ ലൈലത്തുൽ ഖദർ എന്ന അത് ശഹ്റു റമദാനിലാണ്. ലൈലത്തുൽ മുബാറക എന്നാണ്, അത് ശഹ്റു റമദാനിലാകുന്നു. 25-ന്റെ രാവിലാണ് എന്നുള്ളതാണ് ഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. റമദാനിന്റെ 25-ന്റെ രാവിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ആ മേഖലയിലുണ്ട്. വളരെ ഖണ്ഡിതമായ നസ്സായിട്ടുള്ള ഒരു തെളിവ് ഇന്ന ദിവസമാകുന്നു എന്ന് റിപ്പോർട്ടുകളില്ല, വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകൾ. ഞാൻ എന്തിനാണ് ഈ ആയത്തിനെ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്നത്? വിശുദ്ധ ഖുർആനിനെ ഈ സമൂഹം സ്വീകരിക്കുന്നതിൽ, അതിന്റെ അവതരണത്തിന്റെ ദിവസത്തിന്റെ വിഷയത്തിൽ പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും
ആ അഭിപ്രായ വ്യത്യാസങ്ങൾ മതത്തിനകത്തേക്ക് ഒട്ടനവധി അനാചാരങ്ങൾ കടന്നു വരുന്നതിന് കാരണമായി തീരുകയും ചെയ്തിട്ടുണ്ട്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ തന്റെ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് കാണാം, ഇന്നഹു അൻസലഹു ഫീ ലൈലത്തിൻ മുബാറക, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് അത് ലൈലത്തുൽ മുബാറകയിലാണ്. വഹിയ ലൈലത്തുൽ ഖദർ, അത് തന്നെയാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. കമാ ഖാല തആല ഫി ഖുർആനിൽ കരീം ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വകാന ദാലിക ഫീ ശഹ്രി റമളാൻ കമാ ഖാല തആല ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. രണ്ടായത്തുകളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഈ രണ്ടായത്തുകളിലും പരാമർശിതമായ ആ ദിവസത്തിലാണ് പരിശുദ്ധ ഖുർആനിന്റെ അവതരണം ഉണ്ടായത് എന്ന് വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം നൽകിയ പൂർവികരായ ആധുനികരായ സലഫിന്റെ ലോകത്തുള്ള പണ്ഡിതന്മാരെല്ലാവരും വ്യക്തമാക്കുന്നു. പക്ഷെ സമൂഹത്തിൽ തെറ്റായ ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ദിവസം അത് ശഅബാൻ മാസം 15-നാണ്. ആ ദിവസത്തിനാണ് ബറാഅത്ത് രാവ് എന്ന് പറയുക എന്ന്. ആ രാവിനെ കുറിച്ചാണ് സൂറത്ത് ദുഹാനിൽ ലൈലത്തുൽ മുബാറക എന്ന് പറഞ്ഞത് എന്നാണ് പൂർവികരായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരാരും തന്നെ അത്തരത്തിലൊരു വിശദീകരണങ്ങൾ എവിടെയും നൽകിയത് കാണാൻ സാധ്യമല്ല. ലൈലത്തുൽ മുബാറക അത് ശഹ്റു റമളാനിലാണെന്നും ലൈലത്തുൽ മുബാറക അത് ലൈലത്തുൽ ഖദർ ആണെന്നും എന്ന് തുടങ്ങിയുള്ള വിശദീകരണങ്ങൾ ഈ മൂന്നായത്തുകളുടെ വിശദീകരണങ്ങൾ രേഖപ്പെടുത്തുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. ബറാഅത്ത് ദിവസം അത് ഇന്ന് മുസ്ലിം ഉമ്മത്തിലെ പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിലെ ഒരു വലിയ ആഘോഷത്തിന്റെ ദിവസമാകുന്നു. ഇത് വിശുദ്ധ ഖുർആനിന്റെ വളരെ വ്യക്തമായ, പ്രകടമായ, ഖണ്ഡിതമായ, നേർക്കുനേരെ മനസ്സിലാകുന്ന ആശയത്തിന് വിരുദ്ധമായ ഒരു സാമൂഹികമായ നിലപാടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് ആ ഒരു ദിവസത്തെ പ്രത്യേകമായ ഒരു ആഘോഷത്തിന്റെ ദിവസമാക്കി മാറ്റുന്നു. അന്ന് പ്രത്യേകമായ ഒരു നോമ്പ് സമൂഹത്തിൽ കാണാൻ സാധിക്കും. അന്ന് രാത്രിയിൽ പ്രത്യേകമായ നമസ്കാരത്തെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. ആ രാവിൽ 3 തവണ സൂറത്ത് ദുഹാൻ പാരായണം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരെന്ന് പേരിട്ട് വിളിക്കുന്ന ആളുകളെ, ഈ സമൂഹത്തെ തെറ്റായ വഴിയിലേക്ക് വഴിതിരിച്ചു വിടുന്ന മതപുരോഹിതന്മാർ അവരുടെയൊക്കെ വായകളിൽ എന്തു വരുന്നതെല്ലാം വിളിച്ചു പറയുകയും സമൂഹത്തെ ധാർമ്മികമായ മേഖലയിൽ നിന്ന്, പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വ്യക്തമായ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ബിദ്അത്തിന്റെ ഗൗരവത്തെ കുറിച്ച് ഒക്കെ മിമ്പറിൽ നിന്ന് പലതവണ ആവർത്തിച്ചു പറഞ്ഞ കാര്യങ്ങളാണ്, ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഇമാം ബുഖാരി ഉൾപ്പെടെയുള്ള ഹദീസ് പണ്ഡിതന്മാരെല്ലാവരും ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം. പലതവണ നമ്മൾ കേട്ട് കാണാതെ മനപ്പാടമുള്ള ഹദീസാണ്. മൻ ഹദസ ഫീ അംരിനാ ഹാദാ മൻ ഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ വിഷയം, മതപരമായ വിഷയം, ആ മതപരമായ കാര്യങ്ങളിൽ പുതുതായി അത് നോമ്പെന്ന് പേരിട്ട് വിളിച്ചാലും നമസ്കാരം എന്ന് പേരിട്ട് വിളിച്ചാലും ദിക്റുകളോ അതുപോലെ തന്നെ ഔറാദുകളോ ദാനധർമ്മങ്ങളോ എന്തൊക്കെയായിരുന്നാലും ശരി, ദീനിനകത്തേക്ക് പ്രവാചകൻ പഠിപ്പിക്കാത്തത് കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, ഹുവ അവനെ തള്ളണമെന്ന്, അത് തള്ളണമെന്ന്, കൊണ്ടുവന്ന കാര്യത്തെ തള്ളിക്കളയണമെന്ന്. കൊണ്ടുവന്നവൻ ആരോ, അവൻ എത്ര വലിയ പുരോഹിതനായിരുന്നാലും അവനെയും പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിക്കേണ്ടതുണ്ട്. നഷ്ടപ്പെടുത്തി കളയുന്നത് നാളെയുടെ വിജയമാണ് എന്ന ഒരു തിരിച്ചറിവുണ്ടായിരിക്കണം. മതം പഠിപ്പിക്കാനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ആ പ്രവാചകൻ ഈ ദീനിനെ പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. ആ പ്രവാചകന്റെ ശാപമേറ്റു വാങ്ങിയ വിഭാഗമാണ് മതത്തിനകത്തേക്ക് പുതുതായി കാര്യങ്ങൾ കടത്തിക്കൂട്ടുന്ന ആളുകൾ. വലഅനല്ലാഹു മൻ ആവാ മുഹ്ദിസാ, ഈ ദീനിലേക്ക് ആരാണോ പുത്തനാചാരം ഉണ്ടാക്കിയവൻ അവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തൊക്കെയാണ് ഈ ഒരു ദിവസവുമായി, ഈ ഒരു മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ കാണുന്ന അനാചാരങ്ങൾ. ബറാഅത്ത് രാവ് എന്ന് പറയുന്ന ഒരു രാവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ, അതൊരിക്കലും വരൂല, അതൊരു വരാത്ത രാവ. ഇസ്ലാമിലെ പ്രമാണങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ബറാഅത്ത് ദിനം എന്ന് പറയുന്ന, ബറാഅത്ത് രാവ് എന്ന് പറയുന്ന ഒരു രാവ്
ആ രാത്രിയില് പ്രത്യേകമായ നമസ്കാരവും സൂറത്ത് ദുഖാനിന്റെ പാരായണവും പകലിന്റെ ആ ദിവസത്തിലുള്ള പ്രത്യേകമായ നോമ്പ്, ബറാഅത്ത് നോമ്പ് എന്ന് പറയുന്ന ഒരു നോമ്പ്, അള്ളാന്റെ റസൂല് പഠിപ്പിച്ച സുന്നത്തായ നോമ്പുകൾ എത്രയുണ്ട് സഹോദരന്മാര്. കഴിഞ്ഞ ഖുതുബയിൽ ശഅബാൻ മാസത്തിൽ പ്രവാചകൻ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രവാചകൻ നോമ്പെടുത്തിരുന്ന മുഴു ദിവസങ്ങളും എന്ന് പറയാൻ മാത്രം അധികരിച്ചു പോയ പ്രവാചകന്റെ സുന്നത്ത് നോമ്പിനെ കുറിച്ച് സമൂഹം അശ്രദ്ധയിലാണ്. ഇവിടെ പിശാചിന്റെ വിജയത്തെ കുറിച്ചാണ് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത്. നന്മയുടെ വിഷയത്തിൽ മുന്നേറാൻ സാധിക്കാതിരിക്കുകയും മതത്തിൽ നിന്ന് പിഴച്ചു പോകുന്ന വിഷയത്തിലേക്ക് ഗൗരവത്തോടുകൂടി ശ്രദ്ധ കൊടുക്കുകയും ചെയ്യുന്ന പിശാചിന്റെ പ്രവർത്തനങ്ങൾ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു. ആദ്യം ദീനെന്ന് പുറത്താക്കാൻ വേണ്ടി നോക്കും, തൗഹീദൊക്കെ പഠിപ്പിക്കാം, ചിലപ്പോൾ നന്നായിക്കൊള്ളണമെന്നില്ല. നിസ്കാരത്തിൽ വരാതിരിക്കാനുള്ള പണിയൊക്കെ എടുപ്പിക്കും, പിന്നെ ചിലപ്പോൾ അതിനൊക്കെ മറികടന്ന ആളുകൾ വരും. പിന്നെ നിസ്കാരത്തിൽ വന്ന ഓന്റെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും കലണ്ടറിലേക്കും ഡേറ്റിലേക്കും മംഗലത്തിലേക്കൊക്കെ പോയിട്ട് നിസ്കാരത്തിൽ അവൻ ഇങ്ങനെ വസുവാസം ഉണ്ടാക്കിയുണ്ട്. ഇതൊക്കെ തുടരുന്ന ആളുകളിൽ ദീനിൽ ഇല്ലാത്ത പുതിയ നിസ്കാരം, പുതിയ നോമ്പും, പുതിയ സ്വലാത്തും ദിക്റുകളൊക്കെ ആയിട്ട് അത് പഠിപ്പിച്ചിട്ട് ആ ബിദ്അത്തുകൾ കൊണ്ടുവന്ന് അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പണ്ഡിതന്മാര് ആദ്യം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വിശദീകരിച്ചത് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പിശാചിനെ കുറിച്ചുള്ള ഒരു ശക്തമായ ഒരു ബോധം ഈ വിഷയത്തിൽ ഉണ്ടാവണം. പ്രത്യേകമായ ഖബർ സിയാറത്ത് ശഅബാൻ മാസത്തിലും ശഅബാൻ 15 ദിവസം ഖബർ എപ്പോഴാണ് സിയാറത്ത് ചെയ്യേണ്ടത്? എപ്പോഴും സിയാറത്ത് ചെയ്യും. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് വസിയത്ത് ചെയ്യുന്നു. മരിച്ചുപോയ വാപ്പാരുണ്ട്, മരിച്ചുപോയ ഉമ്മമാരുണ്ട്, ജ്യേഷ്ഠാനുജ സഹോദരന്മാരുണ്ട്. മരിച്ചു പാക്ക് ചെയ്തിട്ട് അന്ന് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നതാ. പിന്നെ ആർക്കും അറിയില്ല. അപ്പുറം പുതിയ ഖബർ വന്ന് അപ്പാന്റെ ഖബർ ഏതാന്ന് തന്നെ അറിയാത്ത മനുഷ്യന്മാരുണ്ടാവും കൂട്ടത്തില്. മാറണം അവിടുന്ന്. മാറ്റം അനിവാര്യമാണ്. ഖബറുകൾ സിയാറത്ത് ചെയ്യണം. അത് നിങ്ങൾക്ക് തുദക്കിറുക്കുമുൽ ആഖിറ, ആഖിറത്തിനെ കുറിച്ച് ബോധം ഉണ്ടാക്കുന്നു. തുദക്കിറുക്കുമുൽ മൗത, നിങ്ങൾക്ക് മരണത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കും. അതിന് അനിവാര്യമാണത്. പക്ഷെ ഒരു ലക്ഷ്യം ഉണ്ടാവണം. പോവുക, എന്നിട്ട് അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്ന ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് തിരിച്ചു പോരുക, പ്രാർത്ഥിക്കുക. വാപ്പാക്ക് പുറത്തു കൊടുക്കണേ, ഉമ്മാക്ക് അതിനൊരു സമയമൊന്നുമില്ല ഇസ്ലാമിൽ. അള്ളാന്റെ റസൂല് ഖബർ സിയാറത്ത് ചെയ്യുന്ന അധികം രാത്രിയിലായിരുന്നു. ആർക്കാ പള്ളിത്തോടിന്റെ ഉള്ളിലേക്ക് രാത്രി പോകാൻ ധൈര്യമുള്ള മനുഷ്യന്മാർ? പള്ളി പറമ്പുകളൊക്കെ ആ കോലത്തിലാണ്. രാവ് ഏറെ വൈകി പ്രവാചകൻ തന്നിൽ നിന്ന് പിരിഞ്ഞുപോയ സഹാബത്തിന്റെ, തന്നിൽ നിന്ന് മരണപ്പെട്ടു പോയ തന്റെ ഭാര്യമാരുടെ, മക്കളുടെ ഒക്കെ ഖബറുകളുടെ അടുക്കൽ പ്രവാചകൻ ചെന്ന് ധാരാളമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊക്കെ സംഭവങ്ങൾ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ശഅബാൻ മാസത്തിലുള്ള ഒരു പ്രത്യേകമായ ഖബർ സിയാറത്ത്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് 2 ആഴ്ച മുമ്പ് ഉംറ നിർവഹിച്ചു, തിരിച്ചു വരാൻ അവസരം ലഭിച്ചു. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു ഹജ്ജും ഉംറയൊക്കെ എല്ലാവർക്കും മാറി മാറി നിർവഹിക്കാനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. മസ്ജിദുൽ ഹറമിൽ നിന്ന് കഅബാലയത്തിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരെ അവിടെ മഖ്ബറത്തുൽ മുഅല്ലയുണ്ട്. പ്രവാചകന്റെ ആദ്യപത്നി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ഖബർ, പ്രവാചകന്റെ ആൺമക്കൾ മരിച്ചുപോയ, കുട്ടിക്കാലത്ത് മരിച്ചുപോയ ആൺമക്കളുടെ ഖബറുകൾ. വലിയ സംഘങ്ങൾ അവിടേക്ക് പോകുന്നു. എന്താ ചെയ്യുന്നത്? കയ്യിൽ മുസഹഫ് ഉണ്ട്, ഖുർആനുമായിട്ടാണ് പോകുന്നത്. അവിടെ ഇരുന്ന് അതിന്റെ പരിസരത്ത് നിന്ന് 1 യാസീന്, 2 യാസീന്, 5 യാസീന്, 7 യാസീന് ഇലാ ഹളറത്തി ഖദീജ. അവനാന്റെ ഹളറത്തിന്റെ അവസ്ഥയെ, അവനാന്റെ ബർസഖിന്റെ അവസ്ഥയെ കുറിച്ച് കൗമ ചിന്തിക്കാറ്. അവനാൻ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് കൂലി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോകുക അവിടുന്ന് മക്കത്തേക്ക്. വിവരം കെട്ട സമൂഹവും അതിന് നേതൃത്വം നൽകി പണം സമ്പാദിക്കുന്ന മതപുരോഹിതന്മാരും ഈ സമൂഹത്തെ ഏറ്റവും കുത്തഴിഞ്ഞ സംസ്കാരങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചിട്ടുണ്ട് റസൂലുള്ളാഹിയോട്, ഞാൻ ഖബർ സന്ദർശിച്ച് ഞാൻ എന്ത് ചെയ്യണം? റസൂൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, സലാം പറയണം. സലാം പറയേണ്ട ലഫ്ദും പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് സമയം നിശ്ചയിച്ച്, എണ്ണം നിശ്ചയിച്ച്, ദിനം നിശ്ചയിച്ചു കൊണ്ടുള്ള ഖബർ സിയാറത്ത് പ്രത്യേകമായി ശഅബാനിൽ നടത്തുന്ന ആളുകളെ കാണാൻ സാധിക്കും. പ്രത്യേകമായ സിയാറത്ത് ടൂറുകൾ സംഘടിപ്പിക്കുന്നു പണ്ഡിതന്മാർ, പുരോഹിതന്മാർ. വലിയ സങ്കടമുണ്ട്. ഒരു ഉസ്താദ്, കൂടെയുള്ളത് 40-50 എണ്ണം വരുന്ന തന്റെ രക്തബന്ധമായി, തന്റെ റളാഅത്തുമായി, തന്റെ നിക്കാഹ് ബന്ധവുമായി ഒരു തരത്തിൽ ബന്ധവുമില്ലാത്ത, വിവാഹം കഴിക്കൽ അനുവദനീയമായ നാട്ടിലുള്ള സ്ത്രീകൾ, ആ സ്ത്രീകളുമായി കൊണ്ടാണ് യാത്ര. വലിയ വലിയ ഖബറുകളിലേക്ക്, മഖാമുകളിലേക്ക് പുരോഹിതന്മാർ സിയാറത്ത് ടൂറുകൾ പ്രത്യേകമായി ശഅബാനിന്റെ പോരിശ പറഞ്ഞ് സമൂഹത്തെ വഞ്ചിച്ച് അവരിൽ നിന്ന് പണം പിടുങ്ങിക്കൊണ്ട് അതിന് നേതൃത്വം നൽകുന്ന ആളുകൾ. അതുപോലെ തന്നെ ശഅബാനിന്റെ 15 രാവിലെ നമസ്കാരവും പ്രത്യേകമായ ഭക്ഷണ വിതരണ സംവിധാനങ്ങളും പ്രത്യേകമായ യാസീൻ പാരായണവും, പ്രത്യേക ഒരു യാസീൻ ഓതല എല്ലായിടത്തും. വിശുദ്ധ ഖുർആന്റെ ഫളലുകൾ, അതിന്റെ ശ്രേഷ്ഠത പറയുന്ന പഠിപ്പിക്കുന്ന കുറെ ഹദീസുകൾ.
മുഅവ്വിദാത്ത് സൂറത്തുകൾ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ് പ്രത്യേകത പഠിപ്പിക്കുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ ഫദ്ല് പഠിപ്പിക്കുന്ന ഹദീസുകൾ, ആയത്തുൽ കുർസിന്റെ ഫദ്ല് പഠിപ്പിക്കുന്ന ഹദീസ്, സൂറത്ത് തബാരക്കല്ലദി ബിയദിഹിൽ മുൽക്ക്, സൂറത്ത് മുൽക്ക്, സൂറത്ത് തബാറക എന്നും സൂറത്ത് മുൽക്ക് എന്നും തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക് എന്നൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ പേരുകളിലുള്ള 30 ആയത്തുകളുള്ള വിശുദ്ധ ഖുർആനിലെ 67ാമത്തെ അധ്യായം. ആ സൂറത്ത് അതിന് ഒരുപാട് ഫദ്ലുകളുണ്ട്. അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ നിന്ന് സ്വഹീഹായ ഒരൊറ്റ ഹദീസിലും സൂറത്ത് യാസീനിന്റെ ഫദ്ല് പറയുന്ന ഒരു സ്വഹീഹായ ഹദീസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും ഒരു പ്രത്യേകമായ മരണാസന്നമായ ആളുകൾക്ക് നിങ്ങൾ സൂറത്ത് യാസീൻ, മരണാസന്നമായ ആളുകൾക്ക്, മരിച്ചവർക്കല്ല, നമ്മൾ ഓതല് മരിച്ചതിന് ശേഷം. അങ്ങനെയാണ് കൗമിന്റെ അവസ്ഥ, സമൂഹത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. ശരിയുടെ നേരെ എതിരെ നടക്കുക എന്നുള്ളത് പഠിക്കാറില്ല, അന്വേഷിക്കാറില്ല, ചിന്തിക്കാറില്ല. ഈസി ആയിട്ട് എവിടെങ്കിലൊക്കെ എന്തെങ്കിലും കയ്യിൽ അവിടെ ഇവിടെ ചുരുട്ടിക്കൊടുത്താൽ അത് രക്ഷപ്പെട്ടു പോകുമെന്ന മൗഢ്യമായ ഒരു ലോകത്ത് ജീവിക്കുന്ന ഒരു സമൂഹമായിക്കൊണ്ട് നമ്മുടെ സമൂഹം മാറിപ്പോയിട്ടുണ്ട്. അവിടുന്ന് വ്യക്തമായ മാറ്റങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടാവണം. ഒരുപാട് അനാചാരങ്ങൾ ശഅബാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് വർദ്ധിപ്പിച്ചിരുന്നു എന്നതല്ലാത്ത പൂർവികരായ സലഫുകൾ പരിശുദ്ധ ഖുർആന്റെ പാരായണം വർദ്ധിപ്പിച്ചിരുന്നു, കച്ചവടങ്ങളൊക്കെ അവർ അവസാനിപ്പിച്ചിരുന്നു എന്നു തുടങ്ങുന്നതല്ലാത്ത മറ്റൊരു തരത്തിലുള്ള പ്രത്യേകമായ സമയമോ എണ്ണമോ നിശ്ചയിച്ചുകൊണ്ടുള്ള ആരാധനാ കർമ്മങ്ങളൊന്നും തന്നെ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്ന് ഈ മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വസിയത്ത് ചെയ്യുന്നു, പ്രമാണങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കുക, പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ കടിച്ചു പിടിച്ചുകൊണ്ട് അതിനെതിരെയുള്ള എന്തൊക്കെ ചിന്താഗതികൾ സമൂഹത്തിലുണ്ടോ അവയിൽ നിന്നെല്ലാം പൂർണ്ണമായി വിട്ടുനിന്നുകൊണ്ട് ജീവിക്കുന്ന ഉത്തമന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി കമാ റബ്ബുനാ വയർദാ വസ്സലാത്തു വസ്സലാമു ലതമ്മാനി ലകമലാനി ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് യാ അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ സാനിയൻ ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, അല്ലാഹുവെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയും മിമ്പറിൽ നിന്ന് പലതവണ കേൾപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ വചനം എൻ്റെ സഹോദരന്മാരെ വീണ്ടും കേൾപ്പിക്കുന്നു. സൂറത്ത് മാഇദ 3-ാമത്തെ ആയത്ത് അല്ലാഹു പറയുന്നു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വിടവാങ്ങൽ സംസാരത്തിന്റെ സന്ദർഭത്തോടനുബന്ധിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ വചനം, അവസാന ആയത്തിറങ്ങുന്നതിന്റെ തൊട്ട് മുൻപ് ഇറങ്ങിയ വചനം, സൂറത്തുൽ ഹജ്ജിന്റെ സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ നാം പൂർത്തീകരിച്ചു, അക്മൽതു ലക്കും ദീന വറദീതു ലക്കും വഅത്മംതു അലൈക്കും നിഅമതി, നമ്മുടെ അനുഗ്രഹങ്ങളെ സമ്പൂർണമാക്കി തന്നു ഇസ്ലാമിനെ ദീനായി നാം തൃപ്തിപ്പെട്ടിരിക്കും. ഈ ആയത്തിനെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നു, ഫല ഹലാല ഇല്ലാ മാ അഹല്ല വലാ ഹറാമ ഇല്ലാ മാ ഹറമ വലാ ദീന ഇല്ലാ മാ ശറഅ വകുല്ലു ഷൈഇൻ അഖ്ബറ ബിഹി ഫഹുവ ഹഖ്ഖുൻ വസിദ്ഖുൻ ലാ കദിബ ഫീഹി വലാ ഖൽഫ്. വിശുദ്ധ ഖുർആന്റെ ഈ ആയത്തിന്റെ അവതരണത്തോടുകൂടി അള്ളാഹു അനുവദനീയമാക്കിയതല്ലാതെ ഒരൊറ്റ അനുവദനീയവുമില്ല. അള്ളാഹു ഹലാലാക്കിയത് മാത്രമാണ് ഹലാൽ, അള്ളാഹു ഹറാമാക്കിയത് മാത്രമാകുന്നു ഹറാമ്. അള്ളാഹു നിയമമാക്കിയതല്ലാതെ മറ്റൊന്നും ഈ മതത്തിലില്ല, ഈ മതത്തിനകത്ത് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു തൃപ്തിപ്പെട്ടതാകുന്നു മതമെന്ന് പറയും. അതുകൊണ്ട് അള്ളാഹു അറിയിച്ച എല്ലാ കാര്യങ്ങളും, ആ എല്ലാ കാര്യങ്ങളും യാഥാർത്ഥ്യമാണ്, അത് സത്യവും
സത്യസന്ധവുമാകുന്നു എന്ന്. ഇതിനകത്തുള്ളത് എന്തോ അതാണ് സത്യസന്ധം, അതാണ് യാഥാർത്ഥ്യം. പുറത്തുനിന്ന് വരുന്നതെല്ലാം അനാചാരങ്ങളാകും. അത് ശഅബാനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും മറ്റേത് മാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും മറ്റേത് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും അനാചാരങ്ങളെ കടന്നു വരുന്ന വഴികളെ നാം ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടത്. വലിയൊരു മേഖലയാണ് ഖബറുമായി ബന്ധപ്പെട്ട മേഖല. അവിടെയാണ് ശിർക്ക് മുതൽ ഹറാമുകളുടെ കുത്തൊഴുക്കുണ്ടാവുന്നത്. ഇന്നലെ സൂചിപ്പിക്കാനുള്ള കാരണം, എൻ്റെ നാടിന്റെ തൊട്ടടുത്ത് പട്ടാമ്പിയിൽ നിന്ന് 8 കിലോമീറ്റർ അപ്പുറത്ത് കൂറ്റനാട്, അവിടെ ഒരു വലിയ പള്ളിയും ഒരു മഖാമും. അവിടെ നേർച്ചപ്പൂരം നടക്കുക പള്ളിയിൽ. ആന അടഞ്ഞു. പാപ്പാനെ ഏകദേശം ഒരു വശത്താക്കിയിട്ടുണ്ട് ചവിട്ടി. അതിന്റെ 2-3 ആഴ്ച മുമ്പാ തിരൂര് BP അങ്ങാടിയിൽ അവിടെ ഒരേ വ്യക്തിയുടെ പേരിൽ 2 മഖാമ. ഒറ്റ വ്യക്തിയുടെ പേരിൽ 2 മഖാം. അതിന്റെ ചരിത്രമുണ്ട്, മിമ്പറെന്ന് പറയേണ്ടതല്ല. സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതാണ് ഇത്ര. കമ്മിറ്റിക്കാർ അടി ഉണ്ടായപ്പോ ഞാൻ അവിടെയും പിടി മാറി മാറി കിടന്നോളാം, നിങ്ങൾ തമ്മിൽ അടി വേണ്ടത്. മക്കാമിന് വേണ്ടി ആളുകൾ അടി കൂടിയത് കാരണം വരുമാന മാർഗമാണ്. ഒരു വിഭാഗം ആളുകൾക്ക് തീറ്റയുടെ മാർഗമാണ് മഖാമുകൾ എന്ന് പറയുന്നത്, ഖബറുകൾ എന്ന്. മയ്യത്തുകൊണ്ട് ജീവിക്കുന്ന കുറെ ആളുകളുണ്ട് നമ്മുടെ ഉമ്മത്തിൽ. മയ്യത്ത് മറവാടിയ സ്ഥലവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായതാ. അവിടെ നേർച്ച നടക്കുമ്പോഴാണ് 2 ആഴ്ച മുമ്പ് അവിടെ ആന അടഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക പിടിച്ച് മദീനയിൽ തിരിച്ചു വന്ന് മക്ക ഫതഹായി. ഹിജ്റ 8-ാമത്തെ വർഷം. ഒരുപാട് നടപടിക്രമങ്ങൾ. ആദ്യം കയറി ചെന്നത് കഅബാലയത്തിനകത്തേക്കാണ്. വിഗ്രഹാരാധനയുടെ അന്ന് നിലനിന്നിരുന്ന അടയാളങ്ങള് സത്യം വന്നിട്ടുണ്ട്, പുലർന്നിട്ടുണ്ട്. അസത്യം തകർന്നിരിക്കുന്നു. അസത്യം തകരേണ്ടത് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കൈവശമുണ്ടായിരുന്ന വടികൊണ്ട് വിഗ്രഹങ്ങളെ കുത്തിയുടച്ച തച്ചുടച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങൾ, ഒരുപാട് നിയമങ്ങൾ പഠിപ്പിക്കപ്പെട്ടു. ആ സന്ദർഭത്തിൽ കൂട്ടത്തിൽ പ്രവാചകൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചു, മക്കയുടെ പരിസരത്ത് എവിടെയെങ്കിലും വിഗ്രഹങ്ങൾ നാട്ടി നിർത്തിയിട്ടുണ്ടോ അതിനെ മറിച്ചിടാൻ, എവിടെയെങ്കിലും ഖബറുകൾ ഉയർത്തി നിൽക്കുന്നുണ്ടോ അവയെ തകർത്ത് കളയാൻ ഒരു ചാണുയരത്തിലേക്ക് നിരപ്പാക്കി വിടാൻ മക്ക ഫതഹായ ദിവസം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതാണ്. ഇന്ന് നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ ഖബറുകൾ ഇങ്ങനെ ഉയർത്ത് അവിടെ അടയിരിക്കുകയാണ്. അവിടെ വിവരമില്ലാത്ത, മതം പഠിക്കാത്ത സാധാരണക്കാരായ ആളുകൾ, അവരെ ചൂഷണം ചെയ്യുന്ന പുരോഹിത വർഗം അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവിടെ ശിർക്ക് നടക്കുന്നു. അവിടെ ഖബറാളിയോട് നേർക്കുനേരെയുള്ള പ്രാർത്ഥനകൾ നടക്കുന്നു. ആ ഖബറിനെ തൊട്ടുമുത്തുന്നവരും വണങ്ങുന്നവരും, അവിടെ നിലവിളക്ക് കത്തിക്കുന്നവരും, അവിടെ സുജൂദിൽ കിടന്നുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരും, അവിടെ മെഴുകുതിരി കത്തിക്കുന്നവരും ചന്ദനത്തിരി കത്തിക്കുന്നവരും, അവിടേക്ക് നേർച്ചകൾ നേരുന്നവരും, എല്ലാറ്റിന്റെയും അവലംബമായി തൗഹീദിന്റെ കേന്ദ്രമായ മക്കയിലേക്കും മദീനയിലേക്കും ഹജ്ജും ഉംറയും ലക്ഷ്യമാക്കി പോകുന്ന ആളുകൾ ആ യാത്ര സഫലമാകാൻ ഇത്തരത്തിലുള്ള മഖാമുകളിൽ പോയി പ്രാർത്ഥിക്കുന്ന ഏറ്റവും അധമന്മാരായി മാറിയ ഒരു സമൂഹമായി ഈ ഉമ്മത്ത് മാറിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. മാറ്റങ്ങൾ ഉണ്ടാവണം, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. 28-കാരൻ അറ്റാക്കായി സ്ട്രോക്ക് വന്ന് മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഒക്കെ അപ്പോഴത്തെ 5 സെക്കൻഡിലേക്കുള്ള ഒരു ന്യൂസുകളായി മാത്രം നമ്മിൽ അത്തരം വാർത്തകൾ മാറിയിട്ടുണ്ട്. ഇന്നലെ വരെ കണ്ടു പരിചയിച്ചിരുന്ന മുഖങ്ങള്, രാവിലെയും വൈകുന്നേരവും ചായ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് തന്നിരുന്ന ആളുകൾ ഇന്ന് ഇല്ലെന്നറിയുമ്പോ, ആ വാർത്ത സോഷ്യൽ മീഡിയയിൽ നിന്ന് കേൾക്കുമ്പോൾ കഴിഞ്ഞ 10 സെക്കൻഡ് കഴിഞ്ഞാൽ ഞാനിതായിട്ടൊന്നൊരു ബന്ധമില്ല എന്ന രീതിയിലുള്ള ഒരു ജീവിതം, അത് ദുനിയാവിനെ തകർത്തു കളയും, ആഖിറത്തിനെയും തകർത്തു കളയും. അതുകൊണ്ട് തന്നെ വ്യക്തമായ പ്രമാണങ്ങളിലേക്ക് മടങ്ങുക, തൗഹീദിലേക്ക് മടങ്ങുക, സുന്നത്തുകളെ മുറുകെ പിടിക്കുക, അനാചാരങ്ങളിൽ നിന്ന് സമ്പൂർണ്ണമായി വിട്ടുനിൽക്കുക, സമയത്തെ പാഴാക്കാതിരിക്കുക, നന്മയിലേക്ക് ധാരാളമായി മുന്നേറാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ അധിഷ്ഠിതമായ സ്വർഗാവകാശി എങ്ങനെയാണോ ഭൂമിയിൽ ജീവിക്കേണ്ടത് അങ്ങനെ ജീവിക്കുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹികളിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിലൊക്കെ തൗഹീദിന്റെ മേഖലയിൽ, ശിർക്കിന്റെയും ഹറാമുകളുടെയൊക്കെ മേഖലയിൽ ഒരുപാട് പാകപ്പിഴവുകൾ, അബദ്ധങ്ങൾ, പോരായ്മകൾ, പാപങ്ങളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടായിരിക്കാം. എല്ലാ പാപങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശാലമായ ഫദ്ൽ കൊണ്ട് അവൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് ആരൊക്കെ
നമുക്ക് മുൻപ് റബ്ബിന്റെ വിളിക്കുത്തരം നൽകി തിരിച്ചു പോയിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم ادخل الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على محمد وسلم والحمد لله رب العالمين.